കളിക്കാൻ പോണ ഗ്രാനി. നമ്മൾ ബോട്ട് എസ്കേപ്പ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇലക്ട്രിക് ഡോർ എസ്കേപ്പ് ചെയ്തിരിക്കുന്നു. ഒരു ഡെത്ത് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഡെത്ത് ഉണ്ടാകും. എന്തോ ഗ്രാൻഡ് വാച്ചാണ് കളിക്കുന്നത്. ഈസി മോഡിലാണ്. ഇനി അടുത്ത വരുന്ന ഹെലികോപ്റ്റർ എസ്കേപ്പിൽ നൈറ്റ് മോഡ് കളിക്കാം. കളമായി സ്റ്റൺ കണ്ടു കിട്ടി അടിച്ച് തെറിപ്പിക്കാം. ഞങ്ങൾ ഈ ക്യാമറ കൂടെ കാണാം, അതാണ് പ്രശ്നം. ഓടിക്കോ രാമ. ഈ മ്യൂസിക് കാരണം ഒരു പേടി. വരുന്നു കള്ളക്കളവ. ഇവിടെ സ്റ്റൺ കൊണ്ടുണ്ടാകും. കള്ളക്കളവും പോയി. എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി. ഇപ്പൊ എനിക്ക് സമാധാനമായി. ഞാൻ എന്തിനാ മീരയുടെ കാര്യത്തിൽ ബലം പിടിച്ച് നിന്നതെന്ന് സിന്ധു തിരിച്ചറിഞ്ഞല്ലോ. സിന്ധു, ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ ആലോചിക്കാം. നമുക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പാഡ്ലോക്ക് ചെയ്യും. ഗ്ലാസ് ഫ്യൂസ്. ഇനി നമുക്കൊരു ബോട്ട് കീയും ഗ്യാസലീനും പാഡ്ലോക്ക് കീയും പിന്നെ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ്. ഓ കിളവൻ. അടിച്ച് തറയിട്ട് പൊട്ടാൻ. അപ്പോൾ ഒരു ഡെത്ത് കൗണ്ടാണ്. ഒരു എഡിറ്റിങ് ചെയ്യുന്നില്ല. ഒന്നാമത് ഫോൺ ഭയങ്കര ഹോറേറ്റിംഗ്. ഫോക്കസ് ചെയ്ത് കളിക്കാനേ പറ്റുന്നില്ല. കൈ ചൂടാവുന്നു. താഴെ പോയാൽ മതി. ഞാൻ ഓടിക്കോ രാമ. എനിക്ക് ഈ ദേശത്തെ അറിയില്ല. അവിടെ ചിരിക്കുന്നുണ്ടോ പൊട്ടന. ഗ്യാസോലിൻ കിട്ടിയിരിക്കുന്നു ഗൈസ്.
ഓ ഇപ്പോൾ ഷോട്ട് ഗണ്ണ് കിട്ടിയിരിക്കുന്നു. അയാൾ ഇങ്ങോട്ട് വരാണോ? അയാൾ ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നുന്നു. ഇപ്പം എവിടെയാണ്? ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യാൻ കുറേ നേരം. എന്നാൽ അയാൾ അടിയുണ്ടല്ലേ, മരണോ സ്റ്റെപ്പ് കിട്ടാൻ ആരി എവിടെ പോണ്? ഓ പൊളിച്ച് ഇനി ഓടാം. സ്റ്റൺ കണ്ട് കിട്ടിയ ഇവിടെ പൊളിച്ച്. കട്ടിങ് പ്ലെയേഴ്സ് ഉണ്ട്. ബോട്ട് കിട്ടി, സ്റ്റിയറിങ്ങും കൂടെ കിട്ടിയാൽ മീറ്റ് ഇല്ല ഇല്ല. സേഫ് കീ കിട്ടി. അപ്പം അതിനകത്ത് പാഡ്ലോക്ക് കാണും. ചിലപ്പോൾ ഗ്യാസോലിൻ താഴെ കൊണ്ട് ഇടണ്ട. അയ്യോ ഡക്ട് ടേപ്പ് ആർക്ക് വേണോടെ? ഓ അപ്പൊ ആ കൊച്ചിനെ കൊന്ന് എസ്കേപ്പായി. ഇനി അയാൾ വന്നാൽ ഗ്യാസോലീൻ പ്ലേയേഴ്സോട് മറന്നുവല്ലോ. ആയി ആൾ വരട്ടെ. സ്റ്റൺ ഗൺ കണ്ടില്ല. നമുക്ക് ചെവിയായിട്ട് വിടല്ലോ ഒരു കാര്യം. പിന്നെ കറങ്ങി തിരിഞ്ഞ് വരും എല്ലാവരും. നമ്മളെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 5K ലൈക്സാണ്. എല്ലാ മച്ചന്മാരും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. പിന്നെ ഒരു കമൻറ്റ് താഴെ പോകാനാണ്. കട്ടിങ് പ്ലേസ് ആളെ കൊന്നിട്ടേ പോകുള്ളൂ. വെയിറ്റ് ഇത് പ്ലേ ചെയ്താൽ കോപ്പറേറ്റ് ആയി.
ഞാൻ പേടിക്കല്ലേ? സന്തോഷിക്കാനുള്ള കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. താഴെ പോണോ? അച്ഛനെ ശ്രദ്ധിച്ചില്ലേ? ശക്തിയെല്ലാം ചോർന്ന് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാൻ പറ്റാതെ നിൽക്കല്ലേ? തുറക്കൊന്നുമില്ലേ ഈ ജനലൊന്നും? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നന്ദുവിനെ മീരെ സ്വീകരിക്കാതെ വേറെ വഴിയില്ലാന്ന് ഓക്കേ, കള്ളം വരട്ടെ. 2 മിനിറ്റ് ഞാൻ വേസ്റ്റ് ചെയ്യട്ടെ. എനിക്കെന്ത് ഇപ്പൊ എന്റെ മനസ്സ് പിടിവിട്ട് പോകാൻ തുടങ്ങി നന്ദു. വരുന്നുണ്ടോ എന്തോ. അവിടെ വെച്ചൊരു അടി കിട്ടിയത് തലയ്ക്ക് ഭയങ്കര വേദന. നന്ദുവിനെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കൂടി പറ്റുന്നില്ല. ഏതോ ഒരു മണൽക്കാട്ടിൽ നിന്ന് ആരോടോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചാനലിൽ ഒരു ബോട്ട് എസ്കേപ്പ് ചെയ്ത് ഒരു ഡെത്ത് ഉണ്ടായിരുന്നു. ലാസ്റ്റ് എന്തോ അവിടെ വച്ച് താഴെ ഞാൻ പോയപ്പോൾ അവിടെ ആൻബോ ഉണ്ടായിരുന്നു. ഗീ അവിടെ കിടക്ക് സ്പോൺ ചെയ്ത ഉടനെ എസ്കേപ്പായി. ഞാൻ എല്ലാം അൺലോക്ക് ചെയ്തിട്ട് എന്നെ തൊട്ട് നന്ദു അശുദ്ധമാവരുത്. സന്തോഷ വാർത്ത അറിഞ്ഞ് നന്ദുവിനെ കാണാൻ കാത്തിരിക്കായിരിക്കും മീര. മുകളിൽ പോയി നന്ദു മീരടുത്തേക്ക് ചെല്ലും. വരട്ടെ. സ്പോണായെന്തോ. എന്റെ അടുത്ത് നിൽക്കണ്ട. ചിലവരുണ്ട് ഹാപ്പി മോഡ് ഇട്ടിട്ട് സ്പോൺ ഏരിയ എവിടെയാണെന്ന് അറിയാൻ പറ്റും. നമ്മൾ ഹാപ്പി മോഡൊന്നും ഇടില്ല. നന്ദുവിന്റെ ജീവൻ വളരെ വിലപ്പെട്ടതാ. ഗ്രാൻഡ് പോ. ജീവൻ കളയരുത്. അത് ചെല്ല്. ഓടിക്കോ. ഓ എവിടെയൊക്കെ കൊണ്ടാന്തോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കൊച്ചിനെയും തട്ടി. പക്ഷെ കീ എങ്ങനെ എടുക്കും? പറയാനുള്ളൂ. അതിലെല്ലാം ഉണ്ട്. കൊച്ചിനെ തട്ടാൻ അപ്പോൾ മുകളിലുണ്ടോ? ആയിരിക്കണം. ഓട്ടിൻ്റെ കീ പേടിച്ച് തിരക്കുകയും ചെയ്യും. അങ്ങനെ ഡ്രോപ്പ് ചെയ്തേ. ഒരു ശക്തനായ MLA സിദ്ധാർത്ഥൻ ചന്ദ്രൻ ചുമ്മാ കട്ട് ചെയ്ത അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് ചത്താലോ. രാഷ്ട്രീയക്കാരൻ ആകെ അമ്പരന്ന് പിള്ളേര് വെളുത്ത് നിൽക്കുക. ഒരു എത്തും പിടിയും കിട്ടാതെ എന്താ അതിനർത്ഥം? മകൻ മീരെ വിവാഹം ചെയ്യാതെ നേരെ മാർഗമില്ലെന്ന് അച്ഛന് വ്യക്തമായിട്ട് മനസ്സിലായി. പാലിലോക്ക് കിട്ടി. കൊച്ചിറത്തുകാരൻ്റെ അടുത്ത് പോകണ്ട. ആദ്യം അവളുമായി ചെയ്ത ചെയ്തിന് ആ ശ്യാമളയുടെ അടുത്ത് പോയെങ്കിൽ നിങ്ങൾ രണ്ട് വർത്തമാനം പറയണം. ഒരു കാല് പോയെന്തോ. കുണിങ്ങിയാണ് പോണം. മകൻ മീരെ വിവാഹം ചെയ്യാതെ നേരെ മാർഗമില്ലെന്ന് ഗ്യാസിലിന് എസ്കേപ്പായി. മനസ്സിലായി. ഈസി. ഒരു വലിയ തണൽമരം പോലെയായിരുന്നു അച്ഛൻ നമുക്ക്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ആ മരം ഒന്ന് പട്ടുപോയതുപോലെ ഗ്യാസിന് മൂന്ന് എടുക്കണം. പിന്നെ പാഡ്ലോക്ക് ഇവിടെ ഉണ്ട്. അച്ഛനെ നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എസ്കേപ്പൊക്കെ ചെയ്യാറായി. നിസ്സഹായനായി എങ്ങനെ ഇരിക്കുന്നെന്ന് ഇന്ന് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. 5 ഇവിടെ ഏരിയ ഞാൻ മറന്നു. നന്ദു അച്ഛനോട് പറ, വിഷമിക്കണ്ടാന്ന്, പേടിക്കണ്ടാന്ന്. നിലവിലുള്ള ആവശ്യം ഗ്യാസോലിനും കൂടെ കൊണ്ടുവന്നപ്പോൾ സമ്മതിച്ചൊന്നും വേണം നന്ദു. അപ്പോൾ കീ എടുത്ത് ആളെയും തട്ടി സ്പോൺ
ചെറിയ ഡൗട്ട്. സ്വന്തം മകളുടെ ഏതാഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഒരുങ്ങിയ ആ അച്ഛൻ നിൽക്കുന്നതെങ്കിലോ പ്രപഞ്ചി വാക്ക് കൊടുത്തിരുന്നു. മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ചിലർ ഇങ്ങനെ ചെയ്യും. കള്ളക്കളവൻ ഇപ്പൊ ഇത് തിരിച്ചു കണ്ട കണ്ട. ഗ്യാസുലീൻ ബോട്ടിയോടെ ഇരിക്കുന്നു. എസ്കേപ്പ് ആണ്. ആദ്യം കളവനെ തട്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മളെ തട്ടും. 2 മിനിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അയ്യോ, റീലോഡ് ചെയ്യാനും പറ്റിയില്ല. ഗ്യാസുലീനും കിട്ടി, ബോട്ടിയും കിട്ടി, എസ്കേപ്പാണ്. എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യണമല്ലോ അവിടെ. ഇനി ഒരു സിയും വേണ്ട. ആ ഓ, ഇതിന്റെ അടി പോയല്ലേ. ബോട്ട് എല്ലായി. തലയ്ക്ക് വരെയിടാൻ പോയത്. ഒരു കാര്യം നിങ്ങൾ പറയാം, 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 7 ഘട്ടങ്ങൾ ബാക്കി നിൽക്കവേ മലേഷ്യയിലേക്കും ഇന്ത്യാനോഷ്യയിലേക്കും ഡോണ്ട് വറി അബൌട്ട് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആവാതിരിക്കുകയാണ്. ഇൻട്രോ ഒക്കെ ഔട്ട്രോ ഒക്കെ പിന്നെ ഇടാം, സമയമില്ല. അപ്പം മച്ചന്മാരെ ഇന്ന് നമ്മൾ ബോട്ട് എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരിടത്തും അപ്പോൾ എല്ലാവർക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം.